ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ചു. ഇതുപ്രകാരം സ്വന്തമായി പുരുഷ അനന്തരാവകാശികളില്ലാത്ത ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് ദത്തെടുക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല, കൂടാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് ആൻഡ് ഹാർമണിക്ക് അർഹനായ ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേല. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേലയ്ക്ക് 1995-ൽ ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് ആൻഡ് ഹാർമണി ലഭിച്ചു. സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഇത് അംഗീകരിച്ചു. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു ഇത്. ആദ്യത്തെ ബുദ്ധമത സമ്മേളനം രാജഗൃഹത്തിൽ നടന്ന വർഷം 483 BC. ബുദ്ധന്റെ മരണശേഷം 483 BC-യിൽ രാജഗൃഹത്തിൽ വെച്ചാണ് ആദ്യത്തെ ബുദ്ധമത സമ്മേളനം നടന്നത്. ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ ക്രോഡീകരിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസികളിലൊന്നായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വാർത്തകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാകൃത ഭാഷയുടെ പാണിനി എന്നറിയപ്പെട്ടത് ഹേമചന്ദ്രൻ. പ്രമുഖ ജൈന പണ്ഡിതനും കവിയുമായിരുന്ന ഹേമചന്ദ്രൻ പ്രാകൃത ഭാഷാ വ്യാകരണത്തിൽ നൽകിയ സംഭാവനകൾക്ക് പ്രാകൃത ഭാഷയുടെ പാണിനി എന്നറിയപ്പെടുന്നു. പ്രാഗ്ജ്യോതിഷ്പൂരിന്റെ സ്ഥാപകൻ എന്ന് വിശ്വസിക്കുന്ന രാജാവ് നരകാസുര രാജാവ്. പുരാതന അസം മേഖലയിലെ ഒരു രാജ്യമായിരുന്ന പ്രാഗ്ജ്യോതിഷ്പൂരിന്റെ സ്ഥാപകൻ നരകാസുര രാജാവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദുമതത്തിലെ ഐതിഹ്യങ്ങളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ഏത് കായിക വിനോദത്തിനാണ് പ്രസിദ്ധം? ഫുട്ബോൾ. കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ഫുട്ബോൾ മത്സരങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. നിരവധി പൂന്തോട്ടങ്ങളും പാർക്കുകളും ഉള്ളതിനാൽ ബാംഗ്ലൂർ ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നു. കർണാടകയുടെ തലസ്ഥാനമായ ഇത് ഇന്ത്യയുടെ IT ഹബ്ബ് കൂടിയാണ്. മയൂരസിംഹാസനം ഉപയോഗിച്ച അവസാനത്തെ മുഗൾ ചക്രവർത്തി മുഹമ്മദ് ഷാ. മുഗൾ ചക്രവർത്തിയായിരുന്ന മുഹമ്മദ് ഷായാണ് മയൂരസിംഹാസനം ഉപയോഗിച്ച അവസാനത്തെ ഭരണാധികാരി. പേർഷ്യൻ അധിനിവേശകൻ നാദിർ ഷാ ഈ സിംഹാസനം കൊള്ളയടിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ആക്ടിംഗ് പ്രസിഡന്റ് പദവി വഹിച്ചത് ആര്? VV ഗിരി. ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയായിരുന്ന VV ഗിരിയാണ് ആദ്യമായി ആക്ടിംഗ് പ്രസിഡന്റ് പദവി വഹിച്ച വ്യക്തി. ഡോക്ടർ സാക്കിർ ഹുസൈന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു ഇത്. അനലറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതു മതത്തിന്റെ വിശുദ്ധഗ്രന്ഥമാണ്? കൺഫ്യൂഷ്യനിസം. കൺഫ്യൂഷ്യസിന്റെ പഠിപ്പിക്കലുകളും സംഭാഷണങ്ങളും ഉൾക്കൊള്ളുന്ന പുണ്യഗ്രന്ഥമാണ് അനലറ്റ്സ്. കൺഫ്യൂഷ്യനിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. മഞ്ഞക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം മഞ്ഞക്കടൽ. പസഫിക് സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് മഞ്ഞക്കടൽ. ചൈനയ്ക്കും കൊറിയൻ ഉപദ്വീപിനും ഇടയിലായി ഇത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിലൊന്നാണിത്. അമർനാഥ് യാത്ര ആരംഭിക്കുന്ന സ്ഥലം പഹൽഗാം. കശ്മീരിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് പഹൽഗാം. എല്ലാ വർഷവും നിരവധി ഭക്തർ ഇവിടെയെത്തുന്നു. മനസ്സാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ച കേരളീയൻ ബ്രഹ്മാനന്ദ ശിവയോഗി.
കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും യുക്തിവാദിയുമായിരുന്ന ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന ദർശനം പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെയായിരുന്നു. ജനസംഖ്യാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തോമസ് മാൽത്തൂസ്. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോമസ് മാൽത്തൂസ് ആണ് ജനസംഖ്യാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ജനസംഖ്യയുടെ അമിത വളർച്ച ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുമെന്ന് അദ്ദേഹം വാദിച്ചു. ആക്ടിംഗ് പ്രസിഡന്റായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി വി. ഗിരി. ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയായിരുന്ന വി. ഗിരി ആക്ടിംഗ് പ്രസിഡന്റായ ശേഷം രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ്. 1969-ൽ അദ്ദേഹം ഈ പദവിയിലെത്തി. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1959. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1959-ലാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ ഉയർച്ചയുടെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും പൊതുജനാരോഗ്യ അവബോധവും ഇതിന് കാരണമായി കണക്കാക്കപ്പെടുന്നു. ഭൂമിയുടെ പാളികൾക്കുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പ്ലേറ്റ് ടെക്ടോണിക്സ്. ഭൂമിയുടെ ഉപരിതലത്തിലെ ഭൗമഫലകങ്ങളുടെ ചലനങ്ങളെയും അവയുണ്ടാക്കുന്ന ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, പർവ്വത രൂപീകരണം എന്നിവയെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം 1913. രബീന്ദ്രനാഥ ടാഗോറിന് ഗീതാഞ്ജലി എന്ന കാവ്യസമാഹാരത്തിന് 1913-ൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരനായിരുന്നു അദ്ദേഹം. ചെങ്കൽപ്പേട്ട് ഏത് നദിയുടെ തീരത്ത്? പാലാർ. തമിഴ്നാട്ടിലെ ഒരു പ്രധാന പട്ടണമായ ചെങ്കൽപ്പേട്ട് പാലാർ നദിയുടെ തീരത്താണ് സ്ഥിതിചെയ്യുന്നത്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറലായിരുന്നു ആർതർ വെല്ലസ്ലി, പിന്നീട് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗൺ എന്നറിയപ്പെട്ടു. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം. കേരളത്തിൽ റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. റബ്ബർ കൃഷി ഇവിടെ ഒരു പ്രധാന കാർഷിക വ്യവസായമാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം കാൺപൂർ. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് കാൺപൂർ. വ്യാവസായികമായും ചരിത്രപരമായും ഈ നഗരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതക ഉൽപ്പാദകരായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ONGC ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി. ഗിരി. വി. ഗിരിയാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച ആദ്യ വ്യക്തി. 1969-ലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലായിരുന്നു ഇത്. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ചത് ടോറിസെല്ലി. ഇറ്റാലിയൻ ഭൗതികശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായ ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി വായുവിന് ഭാരമുണ്ടെന്നും അന്തരീക്ഷമർദ്ദമുണ്ടെന്നും തെളിയിച്ചു. ബാറോമീറ്റർ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. വാരിയെല്ലുകൾ ഏറ്റവും കൂടുതലുള്ള ജീവി പാമ്പ്. പാമ്പുകൾക്ക് ശരീരത്തിൽ വളരെ കൂടുതൽ വാരിയെല്ലുകളുണ്ട്. ഇവയുടെ ശരീരഘടനയും ചലനശേഷിയും ഈ വാരിയെല്ലുകളെ ആശ്രയിച്ചാണ്. ഭൂമിയും സൂര്യനുമായുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി 3. ഭൂമി സൂര്യനുമായി ഏറ്റവും അടുത്തായിരിക്കുന്ന ദിവസമാണ് ജനുവരി 3. ഈ പ്രതിഭാസത്തെ പെരിഹീലിയൻ എന്ന് പറയുന്നു. ടിപ്പു ഫറൂഖ് പട്ടണം സ്ഥാപിച്ചത് ഏതു വർഷത്തിൽ? AD 1788. ടിപ്പു സുൽത്താൻ ഫറൂഖ് പട്ടണം സ്ഥാപിച്ചത് AD 1788-ലാണ്.
മലബാറിന്റെ പ്രതിരോധത്തിനും വ്യാപാരത്തിനുമായി ഒരു തന്ത്രപരമായ കേന്ദ്രമായാണ് അദ്ദേഹം ഇത് വികസിപ്പിച്ചത്. മനുഷ്യന്റെ ഏറ്റവും നീളം കുറഞ്ഞ പേശി സ്റ്റേപിഡിയസ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ പേശി സ്റ്റേപിഡിയസ് ആണ്. ഇത് ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് അസ്ഥിയെ നിയന്ത്രിക്കുന്നു. ഗദാധർ ചതോപാധ്യായ ഏതു പേരിലാണ് ഇന്ത്യാചരിത്രത്തിൽ പ്രസിദ്ധൻ? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ആത്മീയ ഗുരുവും തത്വചിന്തകനുമായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ യഥാർത്ഥ പേര് ഗദാധർ ചതോപാധ്യായ എന്നായിരുന്നു. വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു അദ്ദേഹം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 1789-ൽ നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങളും ആശയങ്ങളുമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ. ഈ ആശയങ്ങൾ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ സ്വാധീനിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നേപ്പ നഗർ. മധ്യപ്രദേശിലെ നേപ്പ നഗറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥാപിച്ചത്. ഇന്ത്യയുടെ പത്രവ്യവസായത്തിന് ഇത് വലിയ സംഭാവന നൽകി. ഇൻക്വിലാബ് സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉപയോഗിച്ചത് ഭഗത് സിംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ഭഗത് സിംഗാണ് ഇൻക്വിലാബ് സിന്ദാബാദ്, വിപ്ലവം നീനാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യം ആദ്യമായി വ്യാപകമായി ഉപയോഗിച്ചത്. മനുഷ്യർ ആദ്യമായി വളർത്തിയ ധാന്യങ്ങൾ: ഗോതമ്പും ബാർലിയും. നിയോലിത്തിക് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വസ്തുതയാണിത്. ഏകദേശം BC 9000-ൽ മെസൊപ്പൊട്ടേമിയയിലെ ഫെർട്ടൈൽ ക്രസന്റ് പ്രദേശത്താണ് മനുഷ്യൻ ആദ്യമായി ഗോതമ്പും ബാർലിയും കൃഷി ചെയ്തു തുടങ്ങിയത്. ഇത് സ്ഥിരവാസത്തിലേക്കും കാർഷിക സമൂഹങ്ങളുടെ രൂപീകരണത്തിലേക്കും നയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാനപത്രം ബോംബെ സമാചാർ. 1822-ൽ ഫർദുവഞ്ചി മർസ്ബാൻ ആരംഭിച്ച ബോംബെ സമാചാർ ഇന്ത്യയിൽ ഇന്നും പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പഴക്കമുള്ള പത്രമാണ്. ഗുജറാത്തി ഭാഷയിൽ പുറത്തിറങ്ങിയ ഈ പത്രം പാർസി സമൂഹത്തിന്റെ സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി. അവസാനത്തെ കുലശേഖര ചക്രവർത്തി രാമവർമ്മ കുലശേഖരൻ. മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ച രണ്ടാം ചേര സാമ്രാജ്യത്തിലെ അവസാനത്തെ പ്രധാന ഭരണാധികാരിയായിരുന്നു രാമവർമ്മ കുലശേഖരൻ. ഏകദേശം AD 1089 മുതൽ 1122 വരെ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചേര സാമ്രാജ്യം തകർച്ച നേരിടുകയും പല സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളായി മാറുകയും ചെയ്തു. ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ഷിംല. ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം സംസ്ഥാന തലസ്ഥാനമായ ഷിംലയിലാണ്. ഓരോ സംസ്ഥാനത്തിനും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം എന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥ പ്രകാരമാണ് ഇത് സ്ഥാപിച്ചത്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏതു ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത്? സെറിബെല്ലം. സെറിബെല്ലം എന്നത് തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ശരീരത്തിലെ ചലനങ്ങളെയും സന്തുലിതാവസ്ഥയെയും ഏകോപിപ്പിക്കുന്നതിൽ സെറിബെല്ലം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മദ്യപിക്കുമ്പോൾ ഈ ഭാഗത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുകയും ശരീരത്തിന്റെ ഏകോപനവും ബാലൻസും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സ്വതന്ത്ര വ്യാപാര മേഖലയുള്ള ആദ്യ ഇന്ത്യൻ തുറമുഖം കാണ്ട്ല. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാണ്ട്ല തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര മേഖലയായി ഫ്രീ ട്രേഡ് സോൺ പ്രഖ്യാപിക്കപ്പെട്ട തുറമുഖമാണ്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത്തരം മേഖലകൾ സ്ഥാപിച്ചത്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായ വർഷം 1792. 1792-ൽ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ട ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഇത് കേരളത്തിൽ ബ്രിട്ടീഷ് ഭരണം സ്ഥാപിക്കുന്നതിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂർട്ടോ റിക്കോ ട്രഞ്ച്? അറ്റ്ലാന്റിക് സമുദ്രം. പ്യൂർട്ടോ റിക്കോ ട്രഞ്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ്. ഇതിന് ഏകദേശം 8376 മീറ്റർ, 27480 അടി ആഴമുണ്ട്. കരീബിയൻ കടലിന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ. വില്യം ലോഗൻ രചിച്ച മലബാർ മാനുവൽ, മലബാർ മാനുവൽ, മലബാറിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമൂഹിക ഘടന, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ആധികാരിക ഗ്രന്ഥമാണ്. 1887 ഇത് പ്രസിദ്ധീകരിച്ചത്. ഇറ്റലിക്കാരനല്ലാത്ത ആദ്യ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ. ജോൺ പോൾ രണ്ടാമൻ യഥാർത്ഥ പേര് കരോൾ യോസെഫ് വോജ്റ്റിവ, പോളണ്ടുകാരനായ ഒരു പോപ്പായിരുന്നു. 1978 തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം 455 വർഷത്തിനിടെ ഇറ്റലിക്കാരനല്ലാത്ത ആദ്യത്തെ പോപ്പായി ചരിത്രത്തിൽ ഇടം നേടി. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ശരീരത്തിലെ അഡ്രിനൽ ഗ്രന്ഥികളാണ് ഉത്പാദിപ്പിക്കുന്നത്. ഇത് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ശ്വാസം എന്നിവ കൂട്ടാൻ സഹായിക്കുന്നു. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ശരീരം അതിനോട് പ്രതികരിക്കുന്നതിന് ഈ ഹോർമോൺ നിർണായക പങ്ക് വഹിക്കുന്നു. ഇയാൻ ഫ്ലെമിംഗിന്റെ അവസാന നോവൽ ദ മാൻ വിത്ത് ദ ഗോൾഡൻ ഗൺ. ഇയാൻ ഫ്ലെമിംഗിന്റെ വിഖ്യാതമായ ജെയിംസ് ബോണ്ട് പരമ്പരയിലെ 12ാമത്തെയും അവസാനത്തെയും പൂർണ്ണ നോവലായിരുന്നു ദ മാൻ വിത്ത് ദ ഗോൾഡൻ ഗൺ. 1965 ഫ്ലെമിംഗിന്റെ മരണശേഷം ഈ നോവൽ പ്രസിദ്ധീകരിച്ചു. രാജരാജ ചോളൻ കേരളം ആക്രമിച്ച വർഷം AD 1000. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രബലനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന രാജരാജ ചോളൻ ഒന്നാമൻ AD 1000 ഓടുകൂടി കേരളം ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. ഇത് ചേര ചോള യുദ്ധങ്ങളുടെ ഒരു പ്രധാന കാലഘട്ടത്തിന് തുടക്കമിട്ടു. മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപം തമാശ. തമാശ എന്നത് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന നാടൻ നൃത്തരൂപവും നാടകവുമാണ്. ഇത് സംഗീതം, നൃത്തം, ഹാസ്യം എന്നിവയുടെ ഒരു സങ്കലനമാണ്. മഹാരാഷ്ട്രയിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ കലാരൂപം. മാലകണ്ണ് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്നു? ജീവകമേ. മാലകണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നത് കുറഞ്ഞ വെളിച്ചത്തിൽ കാഴ്ച വ്യക്തമല്ലാതാകുന്ന അവസ്ഥയാണ്. ജീവകമേ, വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് ഈ രോഗം പ്രധാനമായും ഉണ്ടാകുന്നത്. കാഴ്ചശക്തിക്ക് അത്യന്താപേക്ഷിതമായ റെറ്റിനാൽ എന്ന പിഗമെന്റ് ഉത്പാദിപ്പിക്കാൻ ജീവകമേ ആവശ്യമാണ്. മലബാർ കളക്ടർ കോന്നോളി വധിക്കപ്പെട്ടത് ഏതു വർഷത്തിൽ? AD 1855. മലബാറിലെ കളക്ടറായിരുന്ന HV കോന്നോളിയെ 1855 മഞ്ചേരി അത്തൻ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള മാപ്പിള ലഹളക്കാർ വധിക്കുകയായിരുന്നു. വാഗ്ഭടാനന്ദനും മമ്പുറം തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളും ഉത്ഭവ കർഷകരുടെ പ്രശ്നങ്ങളും ഈ സംഭവത്തിന് കാരണമായി. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ഏത് രാജ്യക്കാരനായിരുന്നു? നോർവേ. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറലായിരുന്ന ട്രൈഗ്വേ ലായ് നോർവേക്കാരനായിരുന്നു. 1946 മുതൽ 1952 വരെ അദ്ദേഹം ഈ പദവി വഹിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭരണപരവും നയതന്ത്രപരവുമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 3 പ്രാവശ്യം മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ മലയാളി നടൻ മമ്മൂട്ടി. മലയാള ചലച്ചിത്ര നടനായ മമ്മൂട്ടി 3 തവണ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുണ്ട്. മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ 1989, പൊന്തന്മാട, വിധേയൻ 1993, ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ 1998 എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഏത് സമുദ്രത്തിലാണ് ഗിനി പ്രവാഹം? അറ്റ്ലാന്റിക് സമുദ്രം. ഗിനി പ്രവാഹം, ഗിനി കറന്റ് എന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ചൂടൻ സമുദ്രജല പ്രവാഹമാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരങ്ങളിലൂടെ ഗിനി ഉൾക്കടലിലൂടെ ഇത് കിഴക്കോട്ടൊഴുകുന്നു. പ്രാദേശിക കാലാവസ്ഥയെയും മത്സ്യസമ്പത്തിനെയും ഇത് സ്വാധീനിക്കുന്നു. അക്ബർ ജനിച്ച സ്ഥലം അമർകോട്ട് 1542. മഹാനായ മുഗൾ ചക്രവർത്തി അക്ബർ 1542 സിന്ധിലെ അമർകോട്ടിൽ ജനിച്ചു. ഹുമയൂൺ ഷെർഷാ സൂരിയുടെ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്യുന്ന കാലത്താണ് അക്ബറിന്റെ ജനനം. 20ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി ലാൽ ബഹാദൂർ ശാസ്ത്രി.
ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി 1904 ജനിച്ചു. 1966 മരണാനന്തരം അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച വ്യക്തികളിൽ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെയാൾ അദ്ദേഹമായിരുന്നു. ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 1869. തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം 1869 ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്താണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു. ഓറഞ്ചുകളുടെ നഗരം നാഗ്പൂർ. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ നഗരം ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നു. ഓറഞ്ച് കൃഷിക്ക് പേരുകേട്ട ഈ പ്രദേശം ഇന്ത്യയിലെ ഓറഞ്ച് ഉത്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓറഞ്ച് ബുക്ക് ഏത് രാജ്യത്തെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്? നെതർലൻഡ്സ്. നെതർലൻഡ്സിലെ സർക്കാരിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളെയും റിപ്പോർട്ടുകളെയും സൂചിപ്പിക്കാൻ ഓറഞ്ച് ബുക്ക് എന്ന പദം ഉപയോഗിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ വൈറ്റ് ബുക്ക്, ഗ്രീൻ ബുക്ക്, ബ്ലൂ ബുക്ക് തുടങ്ങിയ സമാനമായ പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ളത്? ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളം. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേകളിൽ ഒന്നാണുള്ളത്. ഇത് അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സുഗമമായ ഇറക്കത്തിനും പറന്നുയരലിനും സഹായിക്കുന്നു. മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. ഇംഗ്ലണ്ടിൽ 1688 നടന്ന മഹത്തായ വിപ്ലവം, ഗ്ലോറിയസ് റെവല്യൂഷൻ, ഒരു രക്തരഹിത വിപ്ലവമായി അറിയപ്പെടുന്നു. ജെയിംസ് രണ്ടാമൻ രാജാവിനെ പുറത്താക്കി വില്യം മൂന്നാമനെയും മേരി രണ്ടാമനെയും ഭരണാധികാരികളാക്കിയ ഈ വിപ്ലവം പാർലമെന്റിന്റെ അധികാരം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇസ്ലാമിക ദൈവശാസ്ത്രത്തിന്റെ വക്താക്കളായ ഉലേമകൾ എന്ന പണ്ഡിത സമൂഹത്തിന്റെ ഉപദേശങ്ങൾ അവഗണിച്ച ആദ്യത്തെ ഡൽഹി സുൽത്താൻ? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി തന്റെ ഭരണത്തിൽ മതപരമായ ഉപദേശങ്ങളെക്കാൾ പ്രായോഗികമായ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി. ഉലേമകളുടെ മതപരമായ സ്വാധീനത്തെ ചോദ്യം ചെയ്യുകയും ഭരണപരമായ തീരുമാനങ്ങളിൽ അവരുടെ ഇടപെടൽ കുറയ്ക്കുകയും ചെയ്ത ആദ്യത്തെ സുൽത്താൻമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇലയോ വേരോ ഇല്ലാത്ത ഒരു സസ്യം? കസ്ക്യൂട്ട. മൂടില്ലാത്താളി. മൂടില്ലാത്താളി കസ്കുട്ട എന്നത് പരാദസസ്യങ്ങളുടെ ഒരു വിഭാഗമാണ്. ഇതിന് ഇലകളോ വേരുകളോ ക്ലോറോഫിലോ ഇല്ല. മറ്റ് സസ്യങ്ങളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്താണ് ഇത് വളരുന്നത്. അഹമ്മദ് നഗറിലെ നിസാം ഷാഹി വംശം സ്ഥാപിച്ചത്? മാലിക് അഹമ്മദ്. 1490. ഡെക്കാൻ സുൽത്താനത്തുകളിലൊന്നായ അഹമ്മദ് നഗറിലെ നിസാം ഷാഹി രാജവംശം 1490 മാലിക് അഹമ്മദാണ് സ്ഥാപിച്ചത്. ബഹ്മനി സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ട 5 പ്രധാന ഡെക്കാൻ സുൽത്താനത്തുകളിൽ ഒന്നാണിത്. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാർ. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് മലബാർ സിമന്റ്സ് ലിമിറ്റഡിന്റെ പ്രധാന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനം സംസ്ഥാനത്തെ പ്രധാന സിമന്റ് നിർമ്മാതാക്കളാണ്. മാർഷൽ ടിറ്റോ ജനിച്ച രാജ്യം? ക്രൊയേഷ്യ. യൂഗോസ്ലാവിയയുടെ നേതാവായിരുന്ന മാർഷൽ ടിറ്റോ, യഥാർത്ഥ പേര് ജോസിബ് ബ്രോസ്, ക്രൊയേഷ്യയിലെ കുമ്രോവെക് എന്ന ഗ്രാമത്തിൽ 1892 ജനിച്ചു. ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്തെ ഗ്രീക്ക് അംബാസഡർ? മെഗസ്തനീസ്. സെല്യൂക്കസ് ഒന്നാമൻ നിക്കേറ്റർ അയച്ച ഗ്രീക്ക് അംബാസഡറായിരുന്നു മെഗസ്തനീസ്. മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ പാടലീപുത്രത്തിൽ അദ്ദേഹം കുറച്ചുകാലം താമസിച്ചു. ഇന്ത്യയെക്കുറിച്ചുള്ള തന്റെ നിരീക്ഷണങ്ങൾ ഇന്ത്യക്ക എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി. വൈഷ്ണോദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കത്ര. ജമ്മുകാശ്മീരിലെ ത്രികൂട പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് വൈഷ്ണോദേവി ക്ഷേത്രം. കത്ര നഗരത്തിൽ നിന്നാണ് തീർത്ഥാടകർ ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നത്. കേരളത്തിൽ നിയമസഭാംഗമല്ലാതെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി? സിസ്റ്റർ അച്യുത മേനോൻ. 1969 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ സിസ്റ്റർ
അച്യുതമേനോൻ അന്ന് നിയമസഭാംഗമായിരുന്നില്ല. 6 മാസത്തിനുള്ളിൽ അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഭരണപരമായ കീഴ്വഴക്കമാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പണികഴിപ്പിച്ച നഗരം ജഹാൻബന. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിലെ 7ാമത്തെ നഗരമായ ജഹാൻബന പണികഴിപ്പിച്ചു. ലോകത്തിന്റെ അഭയം എന്നർത്ഥം വരുന്ന ഈ നഗരം സുൽത്താൻമാരുടെ പ്രതിരോധ തന്ത്രങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചതാണ്. മാർക്സിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യം ചിലി. 1970-ൽ സാൽവദോർ അലൻഡെ പ്രസിഡന്റായതോടെ ചിലിയിൽ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മാർക്സിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അലക്സാണ്ടർ ആദ്യമായി ആക്രമിച്ച് കീഴടക്കിയ ഇന്ത്യൻ പ്രദേശം തക്ഷശില. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി BC 326-ൽ ഇന്ത്യയിലേക്ക് കടന്നുവന്നപ്പോൾ ആദ്യം കീഴടക്കിയ പ്രദേശങ്ങളിലൊന്ന് തക്ഷശിലയായിരുന്നു. തക്ഷശിലയിലെ ഭരണാധികാരി അംബി അലക്സാണ്ടറുമായി സഖ്യമുണ്ടാക്കി. മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡിവ്രീസ്. ജനിതകശാസ്ത്രത്തിലെ മ്യൂട്ടേഷൻ സിദ്ധാന്തം മ്യൂട്ടേഷൻ തിയറി ആവിഷ്കരിച്ചത് ഡച്ച് സസ്യശാസ്ത്രജ്ഞനായ ഹ്യൂഗോ ഡിവ്രീസ് ആണ്. ജീവിവർഗങ്ങളുടെ പരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് ഒരു പ്രധാന പങ്കുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. മദൻ മോഹൻ മാളവ്യയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും ജന്മദിനം ഡിസംബർ 25. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ പ്രമുഖ നേതാവായിരുന്ന മദൻ മോഹൻ മാളവ്യയുടെയും പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയുടെയും ജന്മദിനം ഡിസംബർ 25-നാണ്. ഇന്ത്യയിൽ ഈ ദിവസം നല്ല ഭരണദിനമായി ആചരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം രചിച്ചത് പാറേമ്മാക്കൽ തോമാക്കത്തനാർ. പാറേമ്മാക്കൽ തോമാക്കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. 1785-ൽ പോർച്ചുഗലിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. അക്ബറുടെ ഇലാഹി കലണ്ടർ ആരംഭിച്ച വർഷം 1583. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1583-ൽ ദില്ലി ഇലാഹി എന്ന തന്റെ പുതിയ മതത്തോടൊപ്പം ഇലാഹി കലണ്ടറും ആരംഭിച്ചു. സൗരവർഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ കലണ്ടർ സാമ്രാജ്യത്തിന്റെ സാമ്പത്തികവും ഭരണപരവുമായ കാര്യങ്ങളിൽ ഉപയോഗിച്ചു. ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള കടലിടുക്കിലൂടെ നിർമ്മിക്കുന്ന കപ്പൽച്ചാൽ സേതുസമുദ്രം. പാക് കടലിടുക്കിലൂടെയും മന്നാർ ഉൾക്കടലിലൂടെയും കപ്പൽച്ചാൽ നിർമ്മിച്ച് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള ദൂരം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ് സേതുസമുദ്രം പദ്ധതി. ഇത് ഗതാഗത ചിലവ് കുറയ്ക്കാനും സമയം ലാഭിക്കാനും സഹായിക്കും. ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ദേശീയ പ്രാധാന്യമുള്ള ദിനം ജനുവരി 26. ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമാണ്. ഓസ്ട്രേലിയയിൽ ഈ ദിവസം ഓസ്ട്രേലിയ ദിനം ആയി ആചരിക്കുന്നു. 1788-ൽ ആദ്യ യൂറോപ്യൻ കപ്പലുകൾ സിഡ്നി ഹാർബറിൽ എത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഓസ്ട്രേലിയ ഇത് ആഘോഷിക്കുന്നത്. 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഇസ്താംബുൾ. തുർക്കിയിലെ ഇസ്താംബുൾ നഗരം യൂറോപ്പ്, ഏഷ്യ എന്നീ 2 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്നു. ബോസ്ഫറസ് കടലിടുക്ക് ഈ നഗരത്തെ വേർതിരിക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികപരമായും ഇത് വളരെ പ്രാധാന്യമുള്ള നഗരമാണ്. ഇംഗ്ലീഷുകാർ തലശ്ശേരിയിൽ കോട്ട നിർമ്മിച്ചത് ഏതു വർഷത്തിൽ? AD 1708. ബ്രിട്ടീഷുകാർ 1708-ൽ തലശ്ശേരിയിൽ ഒരു കോട്ട സ്ഥാപിച്ചു. ഈ കോട്ട മലബാറിലെ അവരുടെ വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈനിക പ്രവർത്തനങ്ങൾക്കും ഒരു പ്രധാന കേന്ദ്രമായി വർത്തിച്ചു. മിസ് വേൾഡ് ആയ ആദ്യ ഇന്ത്യക്കാരി റീത്ത ഫാരിയ. 1966-ൽ റീത്ത ഫാരിയ മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായി. ഒരു ഇന്ത്യൻ വനിത അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരത്തിൽ വിജയിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. പിന്നീട് അവർ വൈദ്യശാസ്ത്ര രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മുട്ടയുടെ തോടിൽ പ്രധാനമായും കാണുന്ന രാസവസ്തു കാൽസ്യം കാർബണേറ്റ്. മുട്ടയുടെ തോടിന്റെ പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ് CaCO3 ആണ്. ഇത് തോടിന് കാഠിന്യവും ഘടനാപരമായ ബലവും നൽകുന്നു.
അപ്പോളോ 11 വാഹനത്തിനൊപ്പം മനുഷ്യനെ ചന്ദ്രനിലേക്ക് തൊടുത്തുവിട്ട റോക്കറ്റ്. സാറ്റേൺ 5. 1969-ൽ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ 11 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് സാറ്റേൺ 5 സാറ്റൻ വി ആയിരുന്നു. നാസ വികസിപ്പിച്ച ഈ ഭീമാകാരമായ റോക്കറ്റ് മനുഷ്യനെ വഹിച്ചുള്ള ഏറ്റവും ശക്തമായ വിക്ഷേപണ വാഹനങ്ങളിൽ ഒന്നാണ്. അമേരിക്ക വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എക്സ്പ്ലോറർ 1958 ജനുവരി 31. 1958 ജനുവരി 31 അമേരിക്ക വിക്ഷേപിച്ച ആദ്യത്തെ വിജയകരമായ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ 1. ഇത് സ്പുട്നിക് 1-ന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണമായിരുന്നു. ഭൂമിയുടെ വാൺ അലൻ റേഡിയേഷൻ ബെൽറ്റുകൾ കണ്ടെത്താൻ ഈ ഉപഗ്രഹം സഹായിച്ചു. മുങ്ങൽ വിദഗ്ധർ അക്വാലങ്സിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഓക്സിജൻ, ഹീലിയം. ആഴക്കടലിൽ മുങ്ങുമ്പോൾ ഉയർന്ന മർദ്ദം കാരണം നൈട്രജൻ രക്തത്തിൽ ലയിക്കുന്നത് ഡീകംപ്രഷൻ സിക്നസ് ബാൻഡ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ മുങ്ങൽ വിദഗ്ധർ സാധാരണയായി ഓക്സിജൻ, ഹീലിയം എന്നിവയുടെ മിശ്രിതം ഹീലിയക്സ് ശ്വസനത്തിനായി ഉപയോഗിക്കുന്നു. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി എന്നത് അസ്ഥികളുടെ ഘടന, പ്രവർത്തനം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഇത് ശരീരശാസ്ത്രത്തിലെയും വൈദ്യശാസ്ത്രത്തിലെയും ഒരു പ്രധാന ശാഖയാണ്. മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്രാവ്. സ്രാവുകൾ ഷാർക്സ് അവയുടെ വലുപ്പം, വേഗത, വേട്ടയാടാനുള്ള കഴിവ് എന്നിവ കാരണം പലപ്പോഴും മത്സ്യങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അവ സമുദ്രത്തിലെ ഏറ്റവും പഴക്കമുള്ളതും ശക്തവുമായ വേട്ടക്കാരിൽ ചിലരാണ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂർ. ഇടുക്കി ജില്ലയിലെ മറയൂർ പ്രാചീനകാലത്തെ ശ്മശാന സ്മാരകങ്ങളായ മുനിയറകൾക്ക് ഡോൾമൻസ് പേരുകേട്ടതാണ്. ഈ ചരിത്രാവശിഷ്ടങ്ങൾ കേരളത്തിന്റെ ചരിത്രാതീതകാലത്തെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി P.N. പണിക്കർ. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന P.N. പണിക്കരാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി. വായിച്ചു വളരുക എന്ന സന്ദേശത്തിലൂടെ അദ്ദേഹം കേരളത്തിൽ വായനയെ പ്രോത്സാഹിപ്പിച്ചു. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ന്യൂസ് പേപ്പർ ബോയ്. 1955-ൽ പി. രാംദാസ് സംവിധാനം ചെയ്ത ന്യൂസ് പേപ്പർ ബോയ് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് സിനിമയായി കണക്കാക്കപ്പെടുന്നു. സാധാരണക്കാരുടെ ജീവിതത്തെ യാഥാർത്ഥ്യബോധത്തോടെ ചിത്രീകരിച്ച ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി. വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജാണ്. ഈ തിരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമനുസരിച്ചാണ് നടക്കുന്നത്. ജവഹർലാൽ നെഹ്റു ജനിച്ചത് അലഹബാദ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹബാദിലാണ്, ഇപ്പോഴത്തെ പ്രയാഗ്രാജ്, ജനിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന നേതാവായിരുന്നു അദ്ദേഹം. പെട്രോ അൽവാരിസ് കബ്രാൾ കോഴിക്കോടെത്തിയത് ഏതു വർഷത്തിൽ? AD 1500. വാസ്കോഡ്ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികനായ പെട്രോ അൽവാരിസ് കബ്രാൾ 1500-ൽ കോഴിക്കോട് എത്തിച്ചേർന്നു. ഇത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള വ്യാപാരബന്ധങ്ങൾക്ക് തുടക്കമിട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ തടാകദ്വീപ് മാനിത്തോളിൻ ഹ്യൂറോൺ തടാകം. കാനഡയിലെ ഹ്യൂറോൺ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന മാനിത്തോളിൻ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ തടാകദ്വീപാണ്. ഇതിന് ഏകദേശം 2766 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. മദ്യപാനം കൊണ്ട് ഏറ്റവുമധികം ദോഷം സംഭവിക്കുന്ന ശരീരഭാഗം കരൾ. മദ്യപാനം മൂലം കരളാണ് ശരീരത്തിൽ ഏറ്റവുമധികം ദോഷകരമായി ബാധിക്കപ്പെടുന്ന അവയവം. ദീർഘകാല മദ്യപാനം ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ആധുനിക ഭാരതത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു.
ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ നയങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, ചേരിചേരാ നയം എന്നിവ ആധുനിക ഇന്ത്യയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കുരുമുളകിന്റെ പുതിയ ഇനങ്ങൾ വികസിപ്പിക്കുന്നതിനും ഉത്പാദനം മെച്ചപ്പെടുത്തുന്നതിനും ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നു. ശരീരത്തിൽ രോമമുള്ള ഏക ജീവിവർഗം സസ്തനികൾ. സസ്തനികളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് രോമങ്ങൾ. ശരീരതാപനില നിലനിർത്തുന്നതിനും പരിസ്ഥിതിയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനും രോമങ്ങൾ സഹായിക്കുന്നു. എല്ലാ സസ്തനികൾക്കും അവയുടെ ജീവിതചക്രത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ രോമങ്ങളുണ്ടാകും. തലച്ചോറിനേക്കാൾ വലിയ കണ്ണുകളുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ കണ്ണുകൾ കരയിലെ ജീവികളിൽ വെച്ച് ഏറ്റവും വലുതാണ്. ഇവയുടെ ഓരോ കണ്ണിനും ഏകദേശം 5 സെന്റിമീറ്റർ വ്യാസമുണ്ട്. ഇത് അവയുടെ തലച്ചോറിനേക്കാൾ വലുതാണ്. മികച്ച കാഴ്ചശക്തിക്ക് ഇത് സഹായിക്കുന്നു. ഘ്രാണശക്തി ഉപയോഗിച്ച് ഇരതേടുന്ന ഏക പക്ഷി കിവി. ന്യൂസിലൻഡിലെ തദ്ദേശീയ പക്ഷിയായ കിവി കാഴ്ചശക്തിയേക്കാൾ ഘ്രാണശക്തിയെ ആശ്രയിച്ച് ഇരതേടുന്ന ഏക പക്ഷിയാണ്. മണ്ണിൽ തുരന്ന് പ്രാണികളെയും പുഴുക്കളെയും കണ്ടെത്താൻ ഇവയുടെ മൂക്കിന്റെ അറ്റത്തുള്ള നാസാരന്ധ്രങ്ങൾ സഹായിക്കുന്നു. കഴുത്ത് തിരിക്കാതെ പിന്നിലെ കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ജീവികൾ മുയലും തത്തയും. മുയലുകൾക്കും തത്തകൾക്കും കഴുത്ത് തിരിക്കാതെ തന്നെ അവയുടെ പിന്നിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. ഇവയുടെ കണ്ണുകൾ തലയുടെ വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വളരെ വലിയ കാഴ്ചാ മണ്ഡലം ഫീൽഡ് ഓഫ് വിഷൻ ലഭിക്കുന്നു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ബുധൻ. ബുധന് കാര്യമായ അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് കൊടുങ്കാറ്റുകൾ പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ അവിടെ ഉണ്ടാകാറില്ല. അന്തരീക്ഷമില്ലാത്തത് സൗരവാതങ്ങളിൽ നിന്ന് ബുധന്റെ ഉപരിതലത്തെ സംരക്ഷിക്കുന്നില്ല. ഗ്രീക്ക് ദേവന്റെ പേരുള്ള ഏക ഗ്രഹം ഏതാണ്? വനിതാ നാമമുള്ള ഏക ഗ്രഹം ഏതാണ്? യുറാനസ്. ഗ്രീക്ക് ദേവന്റെ പേര് ശുക്രൻ. വീനസ് വനിതാ നാമം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഗ്രീക്ക് ദേവനായ യുറാനസിന്റെ പേരുള്ള ഏക ഗ്രഹമാണ് യുറാനസ്. അതേസമയം റോമൻ സൗന്ദര്യദേവതയായ വീനസിന്റെ പേരുള്ള ശുക്രൻ വനിതാ നാമമുള്ള ഏക ഗ്രഹവുമാണ്. മനുഷ്യനെ കൂടാതെ കുഷ്ഠം ബാധിക്കുന്ന ഏക ജന്തു അർമാഡിലോ. മനുഷ്യനെ കൂടാതെ കുഷ്ഠരോഗം ലെപ്രസി ബാധിക്കുന്ന ഏക സ്വാഭാവിക മൃഗമാണ് അർമാഡിലോ. മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. ഇത് രോഗഗവേഷണങ്ങൾക്ക് അർമാഡിലോയെ ഒരു പ്രധാന മാതൃകയാക്കുന്നു. സമുദ്രയാത്ര നടത്തിയിട്ടുള്ള ഏക തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് സമുദ്രയാത്ര നടത്തിയ ഏക തിരുവിതാംകൂർ രാജാവ്. 1930കളിൽ അദ്ദേഹം ബ്രിട്ടനിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തിയിരുന്നു. ഉത്തര അറ്റ്ലാന്റിക്കുമായും ദക്ഷിണ അറ്റ്ലാന്റിക്കുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം ബ്രസീൽ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ ബ്രസീൽ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രവുമായും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യമാണ്. ഇതിന് കിഴക്ക് ഭാഗത്ത് ഒരു വലിയ തീരപ്രദേശമുണ്ട്. ശൂന്യാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത നായയുടെ പേര് ലൈക്ക. 1957 നവംബർ 3 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 2 ബഹിരാകാശ വാഹനത്തിൽ ശൂന്യാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ ജീവിയാണ് ലൈക്ക എന്ന നായ. ബഹിരാകാശ യാത്രയുടെ ജീവികളിൽ ഉണ്ടാകുന്ന സ്വാധീനം പഠിക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യം. ശ്രാവണബലഗോള ഏതു മതക്കാരുടെ ആരാധനാകേന്ദ്രമാണ്? ജൈനമതം. കർണാടകയിലെ ഹാസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രാവണബലഗോള പ്രമുഖ ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെയാണ് ബാഹുബലിയുടെ 57 അടി ഉയരമുള്ള ഏകശിലാരൂപമായ ഗോമതേശ്വര പ്രതിമയുള്ളത്. ജോസഫ് സ്മിത്ത് എന്ന വ്യക്തി സ്ഥാപിച്ച വിശ്വാസം മോർമൻ വിശ്വാസം. 1830-ൽ അമേരിക്കയിലാണ് ജോസഫ് സ്മിത്ത് മോർമൻ വിശ്വാസം സ്ഥാപിച്ചത്.
ദി ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് എന്നാണ് ഈ മതവിഭാഗം ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ അഗ്നിപർവ്വതമുള്ള സൗരയൂഥഗ്രഹം ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് 21 കിലോമീറ്ററിലധികം ഉയരമുണ്ട് ഈ അഗ്നിപർവ്വതത്തിന്. ഇന്ത്യൻ പത്രപ്രവർത്തനരംഗത്തെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ കാന്തി ഘോഷ്. തുഷാർ കാന്തി ഘോഷ് അമൃതബസാർ പത്രികയുടെ എഡിറ്ററും ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ കുലപതികളിൽ ഒരാളുമായിരുന്നു. പത്രപ്രവർത്തന മേഖലയിലെ അദ്ദേഹത്തിന്റെ ദീർഘകാല സേവനത്തെ മാനിച്ച് ഈ വിശേഷണം നൽകപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും വടക്കുള്ള സംസ്ഥാന തലസ്ഥാനം ശ്രീനഗർ. ശ്രീനഗർ ജമ്മു കാശ്മീരിന്റെ വേനൽക്കാല തലസ്ഥാനമാണ്. ഹിമാലയൻ താഴ്വരയിൽ ജലം നദിക്കരയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടന്നത് 1905-ൽ കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ്. ഭരണപരമായ സൗകര്യം എന്ന പേരിൽ ബ്രിട്ടീഷുകാർ ഈ വിഭജനം നടപ്പാക്കിയത് ദേശീയ പ്രസ്ഥാനത്തിന് വലിയ ഉത്തേജനം നൽകി. തൃശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ. കൊച്ചി രാജ്യത്തിന്റെ രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തെ ആധുനിക രീതിയിൽ രൂപകൽപ്പന ചെയ്തത്. തൃശൂർ പൂരം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജി. അഹിംസയിലധിഷ്ഠിതമായ സത്യാഗ്രഹം ആത്മബലമുള്ളവരുടെ ആയുധമാണെന്ന് മഹാത്മാഗാന്ധി വിശ്വസിച്ചു. അനീതിക്കെതിരെ പോരാടാനുള്ള ഏറ്റവും ശക്തമായ മാർഗമായി അദ്ദേഹം ഇതിനെ കണ്ടു. എവിടുത്തെ പാർലമെന്റാണ് സ്റ്റോർട്ടിംഗ്? നോർവേ. നോർവേയുടെ ദേശീയ നിയമനിർമ്മാണ സഭയാണ് സ്റ്റോർട്ടിംഗ്. ഏകദേശം 169 അംഗങ്ങളുള്ള ഒരു ഏകസഭയാണിത്. തുളു ഉൾപ്പെടുന്ന ഭാഷാഗോത്രം ദ്രാവിഡ ഭാഷാഗോത്രം. കർണാടകയിലെ ദക്ഷിണ കന്നഡ, ഉഡുപ്പി ജില്ലകളിലും കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും സംസാരിക്കുന്ന ഒരു ദ്രാവിഡ ഭാഷയാണ് തുളു. മലയാളം, തമിഴ്, കന്നഡ എന്നിവയും ദ്രാവിഡ ഭാഷാഗോത്രത്തിൽപ്പെടുന്നു. രാജ്യങ്ങളില്ലാത്ത ഏക ഭൂഖണ്ഡം അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക ഭൂമിയുടെ ദക്ഷിണധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന തണുത്തുറഞ്ഞ ഒരു ഭൂഖണ്ഡമാണ്. ശാസ്ത്ര ഗവേഷണങ്ങൾക്കായി വിവിധ രാജ്യങ്ങൾക്ക് ഇവിടെ താവളങ്ങളുണ്ടെങ്കിലും ഇത് ഒരു രാജ്യത്തിന്റെയും ഭാഗമല്ല. MG സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ജ്ഞാനപീഠ ജേതാവ് UR അനന്തമൂർത്തി. പ്രമുഖ കന്നഡ സാഹിത്യകാരനായ UR അനന്തമൂർത്തി MG സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1994-ൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. സത്യജിത് റേയുടെ പതേർ പാഞ്ചാലി, അപരാജിത എന്നീ സിനിമകളുടെ മൂലകഥ ആരുടേതാണ്? വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. ബംഗാളി സാഹിത്യകാരനായ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ പതേർ പാഞ്ചാലി എന്ന നോവലാണ് സത്യജിത് റേയുടെ ആപ്പ് ട്രയംഫോളജിയുടെ അടിസ്ഥാനം. ഈ നോവലിന്റെ തുടർച്ചയാണ് അപരാജിത എന്ന നോവൽ. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. 1977-ൽ ഇന്ത്യൻ രാഷ്ട്രപതിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഇന്ത്യയുടെ 6ാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. ആദ്യത്തെ ഇന്ത്യൻ ഭാഷാപത്രം ദിഗ്ദർശൻ. 1818-ൽ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ദിഗ്ദർശനാണ് ആദ്യത്തെ ഇന്ത്യൻ ഭാഷാപത്രം. ശ്രീറാംപൂരിലെ ബാപ്റ്റിസ്റ്റ് മിഷണറിമാരാണ് ഇത് ആരംഭിച്ചത്. രാജ്യസഭ നിലവിൽ വന്ന തീയതി 1952 ഏപ്രിൽ 3. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭ 1952 ഏപ്രിൽ 3-നാണ് ആദ്യമായി രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ ആദ്യ സമ്മേളനം 1952 മെയ് 13-നാണ് നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം ഹിമാലയം. ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. എവറസ്റ്റ് കൊടുമുടി ഉൾപ്പെടെ നിരവധി വലിയ കൊടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നു.
ഇന്ത്യൻ ഒപ്പീനിയന്റെ ആദ്യ പത്രാധിപർ മൻസുഖ്ലാൽ നാസർ. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ച പത്രമായ ഇന്ത്യൻ ഒപ്പീനിയന്റെ ആദ്യ പത്രാധിപർ മൻസുഖ്ലാൽ നാസർ ആയിരുന്നു. ഇന്ത്യൻ സമൂഹത്തിന്റെ അവകാശങ്ങൾക്കായി ഈ പത്രം പ്രവർത്തിച്ചു. ഏറ്റവും പ്രക്ഷുബ്ധ അന്തരീക്ഷ പ്രതിഭാസം ടോർണാഡോ. ശക്തമായ ചുഴലിക്കാറ്റാണ് ടോർണാഡോ. ഭൂമിയുടെ ഉപരിതലത്തിൽ മേഘങ്ങളിൽ നിന്ന് താഴേക്ക് നീളുന്ന ഒരു കറങ്ങുന്ന വായുവിന്റെ തൂണാണിത്. ഏറ്റവും പ്രസിദ്ധനായ ലോധി സുൽത്താൻ സിക്കന്ദർ ലോധി. ലോധി രാജവംശത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരി സിക്കന്ദർ ലോധി ആയിരുന്നു. ആഗ്ര നഗരം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. ശങ്കർ കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രിയായിരുന്നു. 1962 മുതൽ 1964 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു കിലോബൈറ്റ് എത്ര ബൈറ്റാണ്? 1024. കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൽ ഒരു കിലോബൈറ്റ് KB 1024 ബൈറ്റുകൾക്ക് തുല്യമാണ്. ഡാറ്റ സംഭരണ ശേഷി അളക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന യൂണിറ്റാണിത്. ഒരു റോഡ് പോലുമില്ലാത്ത യൂറോപ്യൻ നഗരം വെനീസ്. ഇറ്റലിയിലെ വെനീസ് കനാലുകളിലൂടെയും പാലങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന ഒരു നഗരമാണ്. ഇവിടെ റോഡുകളില്ല. ഗതാഗതത്തിനായി പ്രധാനമായും ബോട്ട് ഗതാഗതമാണ് ഉപയോഗിക്കുന്നത്. ഒരു കുതിരശക്തി എത്ര വാട്ട്സാണ്? 746. കുതിരശക്തി ഹോഴ്സ് പവർ എന്നത് ശക്തിയുടെ ഒരു യൂണിറ്റാണ്. ഒരു കുതിരശക്തി ഏകദേശം 746 വാട്ട്സിന് തുല്യമാണ്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് പാടിയത് വള്ളത്തോൾ. മലയാളത്തിലെ മഹാകവിയായ വള്ളത്തോൾ നാരായണമേനോൻ പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള സ്നേഹം ഈ വരികളിലൂടെ പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വമാനവികതാ ദർശനം ഇതിൽ വ്യക്തമാണ്. ഇന്ത്യൻ യൂണിയനിൽ ഏറ്റവുമൊടുവിൽ ലയിച്ച 3 നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, ജൂനഗഡ്, കാശ്മീർ. സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു ഇവ. സൈനിക നടപടികളിലൂടെയും ജനഹിത പരിശോധനയിലൂടെയുമാണ് ഇവയെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ യൂണിയന്റെ തലവൻ രാഷ്ട്രപതി. ഇന്ത്യൻ യൂണിയന്റെ തലവൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ഭരണഘടനാപരമായ തലവനും സായുധ സേനയുടെ സുപ്രീം കമാൻഡറും രാഷ്ട്രപതിയാണ്. ഒരു കാലിൽ 2 വിരലുകൾ മാത്രമുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിക്ക് ഒരു കാലിൽ 2 വിരലുകൾ മാത്രമേയുള്ളൂ. മരുഭൂമിയിലെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടാണ് ഈ പ്രത്യേകത. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ്? അറബിക്കടൽ. ലക്ഷദ്വീപ് 36 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. ഇത് അറബിക്കടലിൽ സ്ഥിതിചെയ്യുന്നു. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നാണിത്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് മോത്തിലാൽ നെഹ്റുവും CR ദാസും. 1923 ഗയ സമ്മേളനത്തിന് ശേഷം CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. നിയമസഭാ കൗൺസിലുകളിലേക്ക് പ്രവേശിച്ച് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ അകത്തുനിന്ന് പോരാടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് തലവൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരം രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കാണ്. വലത്തുനിന്ന് ഇടത്തോട്ടെഴുതിയിരുന്ന പ്രാചീന ഭാരതത്തിലെ ലിപി ഖരോഷ്ടി. പ്രാചീന ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഗാന്ധാര പ്രദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ലിപിയായിരുന്നു ഖരോഷ്ടി. ഇത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. ഏത് രാജ്യത്തിന്റെ ഏഷ്യൻ ഭാഗമാണ് ഏഷ്യ മൈനർ അഥവാ അനറ്റോളിയ? തുർക്കി. ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന അനറ്റോളിയ തുർക്കിയുടെ പ്രധാന ഭാഗമാണ്. യൂറോപ്പിനും ഏഷ്യക്കുമിടയിലുള്ള തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശമാണിത്. ഒളിമ്പിക് വേദി നിശ്ചയിക്കുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് IOC.
ഒളിമ്പിക് ഗെയിംസിന്റെ വേദികൾ നിശ്ചയിക്കുന്നത്. ഒളിമ്പിക് ഗെയിംസുകളുടെ നടത്തിപ്പും മേൽനോട്ടവും IOCയുടെ ചുമതലയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലും പിന്നീട് ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു അവർ. സ്വർണത്തിന്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കാരറ്റ്. സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് കാരറ്റ്. 24 കാരറ്റ് സ്വർണം 100% ശുദ്ധമായ സ്വർണത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ യൂണിയന്റെ ഏതു ഭാഗമാണ് ബേ ഐലൻഡ്സ് എന്നും അറിയപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾ ബേ ഐലൻഡ്സ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നാണിത്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ അചഞ്ചലമായ രാജ്യസ്നേഹത്തെയും ത്യാഗങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ പ്രമുഖ വ്യക്തിത്വമാണ് സുഭാഷ് ചന്ദ്രബോസ്. ലോക്സഭ രൂപവൽക്കരിച്ച തീയതി 1952 ഏപ്രിൽ 17. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയായ ലോക്സഭ 1952 ഏപ്രിൽ 17 ആദ്യമായി രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ ആദ്യ സമ്മേളനം 1952 മെയ് 13 നടന്നത്. ഏറ്റവും മധുരമുള്ള രാസവസ്തു സാക്കറിൻ. സാക്കറിൻ കൃത്രിമ മധുരപദാർത്ഥങ്ങളിൽ ഒന്നാണ്. പഞ്ചസാരയേക്കാൾ വളരെയധികം മധുരമുണ്ടെങ്കിലും ഇതിന് കലോറി മൂല്യം കുറവാണ്. ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യയുടെ ആണവോർജ പരിപാടിയുടെ പിതാവായി അറിയപ്പെടുന്ന ഹോമി ജെ. ബാബയാണ് ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. ഇന്ത്യയുടെ ആണവശക്തിക്ക് അടിത്തറയിട്ടവരിൽ പ്രധാനിയാണ് അദ്ദേഹം. ഏറ്റവുമധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ ഇന്ത്യൻ സിനിമ പിറവി. ഷാജി എൻ. കരുൺ സംവിധാനം ചെയ്ത പിറവി എന്ന മലയാള ചലച്ചിത്രത്തിന് കാൻ ചലച്ചിത്രോത്സവത്തിൽ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയുടെ യശസ് ഉയർത്തിയ ചിത്രമാണിത്. ലോക്സഭയുടെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടിവന്ന ആദ്യ ജഡ്ജി വി. രാമസ്വാമി. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന വി. രാമസ്വാമി 1993 ലോക്സഭയിൽ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടേണ്ടി വന്നു. എന്നാൽ ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കാത്തതുകൊണ്ട് ഇംപീച്ച്മെന്റ് നടന്നില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എവിടെയാണ്? ഷിംല. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഉന്നത പഠനത്തിനും ഗവേഷണങ്ങൾക്കും ഊന്നൽ നൽകുന്ന ഒരു സ്ഥാപനമാണ്. തിരുക്കുറൾ രചിച്ചത് തിരുവള്ളുവർ. തമിഴ് സാഹിത്യത്തിലെ ക്ലാസിക കൃതിയായ തിരുക്കുറൾ രചിച്ചത് തിരുവള്ളുവർ എന്ന മഹാകവിയാണ്. ധർമ്മം, സമ്പത്ത്, പ്രണയം എന്നീ ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള ഈരടികൾ ഇതിൽ ഉൾപ്പെടുന്നു. ശ്രീരാമകൃഷ്ണ മിഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സ്വാമി രംഗനാഥാനന്ദ. ശ്രീരാമകൃഷ്ണ മിഷന്റെ 13ാമത്തെ പ്രസിഡന്റായിരുന്നു സ്വാമി രംഗനാഥാനന്ദ. വേദാന്ത തത്വങ്ങളെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തി അദ്ദേഹം ലോകമെമ്പാടും പ്രശസ്തനായി. സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ 1952 മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ KD യാദവ്. 1952 ഹെൽസിംകി ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ KD യാദവ് സ്വതന്ത്ര ഇന്ത്യക്ക് ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് മെഡൽ സമ്മാനിച്ചു. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു സുപ്രധാന നേട്ടമായിരുന്നു ഇത്. ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മെക്സിക്കോ സിറ്റി. 1968 മെക്സിക്കോ സിറ്റിയിൽ നടന്ന ഒളിമ്പിക്സ് ആണ് ഏറ്റവും ഉയരം കൂടിയ നഗരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ്. ഉയരം കൂടിയ പ്രദേശത്തെ അന്തരീക്ഷം അത്ലറ്റുകൾക്ക് വെല്ലുവിളിയായിരുന്നു. ഇന്ദിരാഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ സത്വന്ത് സിംഗ്, കെഹർ സിംഗ്.
1984-ൽ ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായിരുന്ന സത്വന്ത് സിംഗ്, കെഹർ സിംഗ് എന്നിവരാണ് ഇന്ദിരാഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു ഈ സംഭവം. ഔറംഗസീബ് ധാരയെ തോൽപ്പിച്ച സമുഗ്ഡി യുദ്ധം നടന്ന വർഷം 1658. മുഗൾ സിംഹാസനത്തിനുവേണ്ടി ഔറംഗസീബും അദ്ദേഹത്തിന്റെ സഹോദരൻ ദാരാ ഷിക്കോവും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു സമുഗ്ഡി യുദ്ധം. 1658-ൽ നടന്ന ഈ യുദ്ധത്തിൽ ഔറംഗസീബ് വിജയിക്കുകയും സിംഹാസനം ഉറപ്പിക്കുകയും ചെയ്തു. ഏറ്റവും അപൂർവമായ ലോഹം റോഡിയം. പ്ലാറ്റിനം ഗ്രൂപ്പിൽപ്പെട്ട ലോഹങ്ങളിൽ ഏറ്റവും അപൂർവമായ ഒന്നാണ് റോഡിയം. ഇതിന് ഉയർന്ന പ്രതിഫലനശേഷിയും രാസപ്രതിരോധശേഷിയുമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നത് പട്ടം താണുപിള്ള. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പട്ടം താണുപിള്ളയായിരുന്നു. പിന്നീട് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി അദ്ദേഹം മാറി. ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ലോക്സഭാ സ്പീക്കർക്ക് തന്റെ രാജി ഡെപ്യൂട്ടി സ്പീക്കർക്ക് സമർപ്പിക്കാവുന്നതാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും ഉയരം കൂടിയ മൃഗം ജിറാഫ്. ജിറാഫാണ് കരയിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗം. അതിന്റെ കഴുത്തിലെ നീളവും നീണ്ട കാലുകളും ഇതിന് പ്രധാന കാരണമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി സിസ്റ്റർ ശങ്കരൻ നായർ. 1897-ൽ അമരാവതിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സർ ചേറ്റൂർ ശങ്കരൻ നായരാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി കൂടിയാണ് അദ്ദേഹം. ഏറ്റവും ഹൃദയമിടിപ്പ് നിരക്ക് കുറഞ്ഞ സസ്തനി നീലത്തിമിംഗലം. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തിന് ഏറ്റവും കുറഞ്ഞ ഹൃദയമിടിപ്പ് നിരക്കാണുള്ളത്. അതിന്റെ വലിയ ശരീരത്തിന് ഇത് ഊർജ്ജം ലാഭിക്കാൻ സഹായിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത സോണിയാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയാണ് ലോക്സഭയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിലൊന്നാണ് അവർ. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായിരുന്നത് MP വീരേന്ദ്രകുമാർ. സാഹിത്യകാരനും രാഷ്ട്രീയ നേതാവുമായിരുന്ന MP വീരേന്ദ്രകുമാർ കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം മന്ത്രിയായിരുന്നത്. ഒരു പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഏത് സഭയിലാണ് അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്നത്? രാജ്യസഭ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ. അദ്ദേഹം രാജ്യസഭാംഗം അല്ലാത്തതിനാൽ അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്ന സഭയായി രാജ്യസഭ മാറുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകം. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ തടാകം ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഇടയിലാണ് ഈ തടാകം. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയിസ് ബ്രൗൺ. 1978-ൽ ജനിച്ച ലൂയിസ് ബ്രൗൺ ആണ് ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇത് സാധ്യമായത്. സ്വതന്ത്ര ഭാരതം രൂപവൽക്കരിച്ച മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യമന്ത്രി R.K. ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രിയായിരുന്ന R.K. ഷൺമുഖം ചെട്ടിയാണ് നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ വ്യക്തി. അഴിമതി ആരോപണങ്ങളെ തുടർന്നായിരുന്നു രാജി. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം 1984. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ സോയൂസ് IT-11 എന്ന പേടകത്തിൽ 1984-ലാണ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തത്. സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ചുള്ള ഒരു ദൗത്യമായിരുന്നു ഇത്. ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയ വർഷം 1977. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ 1977-ൽ ജനതാ പാർട്ടി അധികാരത്തിലെത്തി. മൊറാർജി ദേശായിയായിരുന്നു ആദ്യ ജനതാ പാർട്ടി പ്രധാനമന്ത്രി.
ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി 1927 സ്ഥാപിച്ചത് ആര്? ബിർളയും താക്കൂർദാസും. ഇന്ത്യൻ വ്യവസായികളായ ജി.ഡി. ബിർളയും താക്കൂർദാസ് പുരുഷോത്തൻദാസും ചേർന്നാണ് 1927 ഫിക്കി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സംഘടനകളിൽ ഒന്നാണിത്. ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലാണ് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഒഴുകി നടക്കുന്ന ദ്വീപുകൾക്ക് ഫുണ്ടിസ് പേരുകേട്ട തടാകമാണിത്. ഹരിതവിപ്ലവത്തിന്റെ പിതാവ്? നോർമൻ ബോർലോഗ്. ലോക ഭക്ഷ്യ ഉൽപാദനത്തിൽ വലിയ വർധനവുണ്ടാക്കിയ ഹരിതവിപ്ലവത്തിന്റെ പിതാവായി നോർമൻ ബോർലോഗ് അറിയപ്പെടുന്നു. കാർഷിക മേഖലയിലെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. രാഷ്ട്രപതി നിവാസ് എവിടെയാണ്? ഷിംല. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത്. ഇതു മുമ്പ് ഇന്ത്യൻ വൈസ്രോയിയുടെ വേനൽക്കാല വസതിയായിരുന്നു. ദലാൽ സ്ട്രീറ്റ് എവിടെയാണ്? മുംബൈ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലാണ് ദലാൽ സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടെയാണ്. ഹരിദ്വാർ, കേദാർനാഥ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഹരിദ്വാറും കേദാർനാഥും. ഓരോ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെയെത്തുന്നു. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ്? ജി. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് ജി. ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കവിതാസമാഹാരത്തിനാണ് 1965 ഈ പുരസ്കാരം ലഭിച്ചത്. വോഡ്ക എന്ന മദ്യം ഏത് ധാന്യത്തിൽ നിന്നാണ്? ഗോതമ്പ്. വോഡ്ക സാധാരണയായി ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. കിഴക്കൻ യൂറോപ്പിൽ ഇത് വളരെ പ്രചാരമുള്ള മദ്യമാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള നോവൽ? ചെമ്മീൻ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ എന്ന നോവൽ നിരവധി ഇന്ത്യൻ, വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ ഒരു ക്ലാസിക കൃതിയാണിത്. ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് നീലോഗേരി പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? എസ്.കെ. ഡേ. ഇന്ത്യയിലെ ആദ്യകാല ഗ്രാമവികസന പദ്ധതികളിൽ ഒന്നാണ് നീലോഗേരി പദ്ധതി. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി എസ്.കെ. ഡേ ഇതിന് നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത? ലക്ഷ്മി എൻ. മേനോൻ. ലക്ഷ്മി എൻ. മേനോൻ ഇന്ത്യയുടെ ആദ്യ വനിതാ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ അവർ വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചു. ഹസാരിബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഹസാരിബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വിവിധതരം വന്യജീവികളെ ഇവിടെ സംരക്ഷിക്കുന്നു. ഏത് സമുദ്രത്തിലാണ് അസൻഷൻ ദ്വീപ്? അറ്റ്ലാന്റിക് സമുദ്രം. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒറ്റപ്പെട്ട അഗ്നിപർവ്വത ദ്വീപാണ് അസൻഷൻ ദ്വീപ്. ബ്രിട്ടന്റെ അധീനതയിലുള്ള ഈ ദ്വീപ് സമുദ്ര ഗവേഷണങ്ങൾക്കും വ്യോമസേനയ്ക്കും പ്രാധാന്യമുള്ളതാണ്. ലോകത്തിലാദ്യമായി മൃഗാശുപത്രി സ്ഥാപിച്ച രാജ്യം? ഇന്ത്യ. മൗര്യ ചക്രവർത്തിയായ അശോകനാണ് ലോകത്തിലാദ്യമായി മൃഗാശുപത്രികൾ സ്ഥാപിച്ചതായി കരുതപ്പെടുന്നത്. മൃഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ദയ ഈ നടപടിയിൽ നിന്ന് വ്യക്തമാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം? പഴശ്ശി വിപ്ലവം. വയനാട്ടിലെ പഴശ്ശിരാജ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയ പോരാട്ടമാണ് പഴശ്ശി വിപ്ലവം. ബ്രിട്ടീഷ് ഭരണത്തെ കേരളത്തിൽ ഇത് കാര്യമായി സ്വാധീനിച്ചു. കേരളത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗക്കാർ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല? എറണാകുളം. കേരളത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. ഈ ജില്ലയിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പള്ളികളും സ്ഥാപനങ്ങളും ധാരാളമായി കാണാം. കേരളത്തിൽ ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം?
കാലടി. ആദിശങ്കരന്റെ ജന്മസ്ഥലമായ എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം. സംസ്കൃത ഭാഷയെയും ഭാരതീയ വിജ്ഞാനത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇംഗ്ലണ്ടിലെ പാർലമെന്റ് ഹേബിയസ് കോർപ്പസ് നിയമം പാസാക്കിയ വർഷം 1679. ഹേബിയസ് കോർപ്പസ് ആക്ട് 1679 ഇംഗ്ലണ്ടിലെ പാർലമെന്റ് പാസാക്കി. വ്യക്തികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഈ നിയമം നിയമവിരുദ്ധമായ തടങ്കലിനെതിരെ പ്രതിവിധി നൽകുന്നു. മിന്റോ മോർലി ഭരണപരിഷ്കാരം സംബന്ധിച്ച ചർച്ച നടത്താൻ 1912 ഇംഗ്ലണ്ടിൽ പോയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ 1912 ഗോപാലകൃഷ്ണ ഗോഖലെ ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു മിതവാദി നേതാവായിരുന്നു അദ്ദേഹം. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയ്ക്ക് ഏറ്റവും കുറഞ്ഞ കടൽത്തീരമാണുള്ളത്. മനോഹരമായ ബീച്ചുകൾക്ക് പേരുകേട്ടതാണ് ഗോവ. കേരള നിയമസഭയിൽ ആക്ടിംഗ് സ്പീക്കറായ വനിത നഫീസത്ത് ബീവി. കേരള നിയമസഭയിൽ ആക്ടിംഗ് സ്പീക്കറായ ആദ്യ വനിതയാണ് നഫീസത്ത് ബീവി. കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമായിരുന്നു അവർ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പ്രോലാക്റ്റിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ഇത് മുലപ്പാൽ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് വി. വി. ഗിരി. ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയായിരുന്ന വി. വി. ഗിരിയാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി. 1969 തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. തമിഴിലെ ഏറ്റവും പഴയ കൃതി തൊൽക്കാപ്പിയം. തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും പ്രാചീനമായ വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം. തമിഴ് ഭാഷയുടെയും സാഹിത്യത്തിന്റെയും നിയമങ്ങളെ ഇത് നിർവചിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ക്രമവൽകൃത സെൻസസ് നടന്ന വർഷം 1881. ഇന്ത്യയിലെ ആദ്യത്തെ ക്രമവൽകൃത സെൻസസ് 1881 നടന്നത്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് ഇത് നടപ്പിലാക്കിയത്.